ഒരു വ്യൂ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ട് എനിക്ക് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ സ്ഥലം ആദ്യമായിട്ട് കാണുന്നോണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങൾ ടൂർ വന്ന സ്ഥലമൊന്നല്ല, ഇതാണ് അൻഷേട്ടന്റെ അമ്മയുടെ നാടായിട്ടുള്ള മുല്ലശ്ശേരി. അൻഷേട്ടൻ ചെറുപ്പത്തിൽ ജനിച്ചു വളർന്ന സ്ഥലത്തിനെ പറ്റിയിട്ടൊക്കെ കഥകളിൽ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ അത് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇത് അമ്മയുടെ തറവാടല്ല, തറവാട്ടിലേക്ക് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. ഇത് അൻഷേട്ടന്റെ ഒരു മാമന്റെ വീടാണ്. ഇവിടെയാണ് ഈ സീനറിയും കനാലൊക്കെ ഉള്ളത്. അമ്മ മാമന്റെ വീട്ടിലാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. അച്ഛന്റെ ഓട്ടോയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അൻഷേട്ട അവിടെ കാണുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അവിടേക്ക് ഒന്ന് ഒരു വട്ടം ചുറ്റിക്കറങ്ങി നടന്നിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കയറിയത്. ഇതാണ് മാമന്റെ വീട്. ഈ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. വീടിന് ചുറ്റും മാവും മരങ്ങളൊക്കെയാണ്, നല്ല തണലുമാണ്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് അച്ഛമ്മ മോനെ കാണുന്നത്. അപ്പൊ ആ ഒരു സന്തോഷ പ്രകടനമാണ് അച്ഛമ്മയുടെ മുഖത്ത്. അച്ഛമ്മയ്ക്ക് അവനെ ഉമ്മ വെച്ചിട്ട് അങ്ങോട്ട് മതിയാവുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീടിന്റെ പിന്നിലുള്ള പറമ്പൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ അവിടെ കുറെ കൃഷികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മാമന് വയ്യാത്തോണ്ട് അധികം കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് വീടിനുള്ളിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ ചായ കൂടി ആരംഭിച്ചു. പഴംപൊരി, പരിപ്പുവട, കട്ട്ലേറ്റ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞപ്പോഴേ ഓർത്തത് മാമനെ കാണുന്നില്ല ഗൈസ്. മാമനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു വീഡിയോ ഇതിൽ മിസ്സായിട്ടുണ്ട്. മാമന്റെ വീട്ടിൽ വന്നിട്ട് അവിടുന്ന് ചായയും കുടിച്ചിട്ട് മാമനെ കാണിക്കാതെയാണ് ഞാൻ പോകുന്നത്. അതിൽ ഞാൻ ഖേദിക്കുന്നു. ഇനി ഈ കനാലിന്റെ നടുക്കേ കൂടെ ഒരു പാലം പോകുന്നുണ്ട്. ആ പാലത്തുമേ കൂടെ കയറിയിട്ടാണ് അമ്മയുടെ തറവാട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ആ പാലം. ഒരു വൈകുന്നേര സമയത്ത് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇതുമേ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് നല്ലൊരു വൈബാണ്. പിന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ച് കാവ്യമാധവന്റെ പണ്ടത്തെ ഏതോ ഒരു സിനിമയുടെ സോങ്ങിന്റെ ഷൂട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. സിനിമയുടെ പേര് ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണേ. രുദ്രന് നല്ല ഉറക്കം വരുന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ഇടയ്ക്കൊന്ന് തലപൊന്തിച്ച് നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിലേ നടക്കുകയാണ്. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.